9 വർഷങ്ങൾക്ക് മുൻപ് കത്തിച്ചു കളഞ്ഞ പണത്തിന്റെ ചാരം തേടിയാണ് പോലീസ് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലോട്ടറിയെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ സമ്മാനങ്ങളിൽ വ്യക്തമായ മാറ്റം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഡയറക്ടർ ഒപ്പുപോലും ഈ ക്ലർക്കായിരുന്നു ഇട്ടുകൊണ്ടിരുന്നതെന്നാണ്. അപ്പോൾ ഈ ക്ലർക്ക് അങ്ങനെ ഒരു ഒപ്പിടണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിലിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അറിവുണ്ടാവുമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോട്ടറി എന്ന് പറയുന്ന വകുപ്പ് തന്നെ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ഒരു രാക്ഷസൻ കോട്ടയാണ്. നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലം ലോട്ടറി വകുപ്പും ലോട്ടറിയും പൂർണ്ണമായും വിവാദങ്ങളിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു. ലോട്ടറി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ക്ലർക്ക് സംഗീത് 6 കോടിയോളം രൂപ കത്തിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. പുതിയ സർക്കാർ വന്ന ഈയൊരു സമയത്ത് ലോട്ടറി വകുപ്പും ലോട്ടറിയുടെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സുതാര്യമാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായ ലജീവ് വിജയൻ. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിരവധി വിവാദങ്ങളിലൂടെയാണ് ലോട്ടറിയും ലോട്ടറി വകുപ്പും കടന്നുപോയത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അഴിമതിയിൽ 9 കോടി രൂപ കൂട്ടിയിട്ട് കത്തിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. 9 കോടിയല്ല, 6 കോടി രൂപയുടെ ഒരു കണക്കാണ് വാർത്തകൾ കണ്ടത്. ശരിക്കും അത് ഇപ്പോഴത്തെ ഈ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലർക്കിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. ഈ അഴിമതി സംഗീത് എന്ന് പറയുന്ന ക്ലർക്കിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ആ സംഗീതിൽ തന്നെ ഇത് ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ ഒരു ആരോപണം ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം നമുക്കൊരു കാര്യം മനസ്സിലാകാം, 9 വർഷങ്ങൾക്ക് മുൻപ് കത്തിച്ചു കളഞ്ഞ പണത്തിന്റെ ചാരം തേടിയാണ് പോലീസ് പോയത്. 9 വർഷങ്ങൾക്ക് മുൻപ് കത്തിച്ചു കളഞ്ഞതാണ്. അപ്പോൾ 9 വർഷങ്ങൾക്ക് മുമ്പ് കത്തിച്ചു കളഞ്ഞ പണത്തിന്റെ ചാരം തേടി പോകുന്നത് എപ്പോഴാണ്? ഈ സംഗീതിനെ ഇതിനു മുൻപ് ചോദ്യം ചെയ്തപ്പോഴോ അയാൾ റിമാൻഡിൽ പോയപ്പോഴോ ഒന്നും വെളിപ്പെടുത്താത്തൊരു കാര്യം അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പോലീസിനോട് വെളിപ്പെടുത്തുകയാണ് 6 കോടി രൂപ ഞാൻ കത്തിച്ചു കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ള ആ പഴയ ഈ സംഗീതിൽ തന്നെ ഇത് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്. വലിയ വമ്പൻ സ്രാവുകളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അവരെയെല്ലാം വളരെ വ്യക്തമായി സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ശരിക്കും ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ അന്വേഷിക്കുന്ന പോലെ ഒരു സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിച്ച് ശക്തമായൊരു അന്വേഷണം ഉണ്ടാകണം. കാരണം ഇതിലെ അഴിമതികൾ തുടങ്ങുന്ന ഇപ്പോഴല്ല. ഈ കഴിഞ്ഞ 10 വർഷം 2016 മുതൽ ഈ ബോർഡിൽ സ്ഥിരമായിരുന്ന ബോർഡ് അംഗങ്ങൾ, അതിൻ്റെ ചെയർമാൻമാർ, അതിനിടയ്ക്ക് ഈ ബോർഡിലേക്ക് 2018 കാലഘട്ടങ്ങളിലാണല്ലോ ഈ അഴിമതി ആദ്യം പുറത്തേക്ക് വരുന്നത്. ആ 2018 കാലഘട്ടത്തിൽ അഴിമതിയുടെ ഒരു ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ബോർഡിൽ ഒരു ക്ഷേമനിധി ഓഫീസിൽ ഒരു നോഡൽ ഓഫീസർ, റിട്ടയർ ചെയ്ത ഒരു ലോട്ടറി വകുപ്പിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി നിയമിച്ചിട്ടുണ്ട്. ഈ നോഡൽ ഓഫീസറായിരുന്നു പല കാര്യങ്ങളിലും അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അറിയാതെ ഒരു ഈച്ച പോലും അവിടെ ചലിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണോ ഇപ്പോഴും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. റിട്ടയർ ആയപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിദേശത്തൊക്കെ ബിസിനസ് ചെയ്ത് ഇവിടെ വന്ന് റിട്ടയർ ആയപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കെതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാരോപണം, ഒരു പോക്സോ കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി. ഈ പോക്സോ കേസ് ഉണ്ടായ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടായി. കാര്യം അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നിട്ട് പോലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ലോട്ടറി ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, കേസിൻ്റെ പേരിലുണ്ടായി. അപ്പോൾ ഇങ്ങനെ കേസുകളൊക്കെ ഉണ്ടായിട്ടും ഇയാളെ സംരക്ഷിച്ചു. അനധികൃതമായി ജോലിക്ക് ഹാജരായില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ പ്രൊമോഷൻ കൊടുത്ത് ലോട്ടറിയുടെ ഏറ്റവും തലപ്പത്ത് കൊണ്ടുവരുത്തി. ആ കാലഘട്ടത്തിലൊക്കെയാണ് ഈ അഴിമതികൾ നടന്നിരിക്കുന്നത്. ഈ അഴിമതിയും തട്ടിപ്പും നടന്നിരുന്നതിനെക്കുറിച്ച് വ്യക്തമായി ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. ഈ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ 10 വർഷമായി സ്ഥിരമായി ബോർഡിലുള്ള ബോർഡ് അംഗങ്ങൾ, ബോർഡ് ഭരിച്ച ചെയർമാൻമാർ,
ഈ ഇതേപോലെ റിട്ടയർ ചെയ്യപ്പെട്ടിട്ട് തിരിച്ച് ലോട്ടറി ഓഫീസിലേക്ക് വന്ന അത് ഈ നോഡൽ ഓഫീസർ മാത്രമല്ല, വേറൊരു ഉദ്യോഗസ്ഥയെ ജോയിന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയെ ലോട്ടറി ഡയറക്ടറേറ്റിൽ എഞ്ചിനീയറിംഗ് പാസ്സായ, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പാസ്സായ ജോയിന്റ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നിലനിൽക്കെ തന്നെ ഒരു റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥയെ കാരുണ്യയിലൂടെ കയറ്റി ലോട്ടറി ഡയറക്ടറേറ്റിൽ സമ്മാനങ്ങളുടെ വിതരണത്തിന് കൊണ്ടുവന്ന് നിയമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ശക്തമായി എതിർത്തപ്പോഴാണ് അദ്ദേഹം ഉദ്യോഗസ്ഥ ഒഴിവാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള അഴിമതികൾ അന്ന് മുതൽ നടന്ന ഈ അഴിമതികളെക്കുറിച്ച് ശക്തമായ ഒരു അന്വേഷണം വേണം. വർഷങ്ങൾക്ക് മുൻപ് 2000 മുൻപ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ് വിദേശത്തൊക്കെ പോയി ബിസിനസ് ചെയ്ത് ഇവിടുത്തെ മുൻ ഭരണകക്ഷിയുടെയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ്റെ നെറുക്കെടുപ്പിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴയിലൊരു ഏജൻസിക്ക് 40ഓളം നെറുക്കെടുപ്പുകളിൽ 1ാം സമ്മാനം കിട്ടിയൊരു കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെയും ഈ ഉദ്യോഗസ്ഥന്മാരുടെ വിദേശ ബന്ധങ്ങൾ, ഈ നോഡൽ ഓഫീസറുടെ വിദേശ ബന്ധങ്ങൾ, അവർക്ക് വിദേശത്തുണ്ടായിരുന്ന ബന്ധങ്ങൾ, ഇതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷത്ത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. അതിന് മുമ്പുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇപ്പോൾ അന്വേഷണത്തിൽ വന്നിരിക്കുന്ന 15 കോടി എന്നുള്ളത്, പുറത്തേക്ക് വന്നിരിക്കുന്ന 15 കോടി എന്നുള്ളത് ചിലപ്പോൾ 150 അതിൽ കൂടുതലോ വരാം. ഇതിൽ തന്നെ പ്രൈമറി അന്വേഷണം നടത്തിയ ഒരു KS ഉദ്യോഗസ്ഥൻ്റെ പ്രൈമറി അന്വേഷണം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വെളുപ്പിക്കാൻ വേണ്ടി വീണ്ടും 2 അന്വേഷണങ്ങൾ കൂടി നടത്തി, ആഡിറ്റ് വകുപ്പിൻ്റെതും ഇതിലെല്ലാം കുറ്റക്കാരെന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പെടുമെന്നുള്ള ഭീഷണി എന്തോ ഉയർത്തിയാണ് ഇവർ ഇത് മൂടി വെച്ചിരിക്കുന്നത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും അല്ല. ഇതിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാർക്ക് ഒപ്പിട്ടാൽ മാത്രമേ ഡയറക്ടർ ഒപ്പുപോലും ഈ ക്ലർക്കായിരുന്നു ഇട്ടുകൊണ്ടിരുന്നതെന്നാണ്. അപ്പോൾ ഈ ക്ലർക്ക് അങ്ങനെ ഒരു ഒപ്പിടണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിലിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അറിവുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു വെളിപ്പെടുത്തലുമായി സർക്കാർ അധികാരത്തിലേറ്റുടനെ തന്നെ സർക്കാരിനൊരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാതെ വന്നിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ലോട്ടറിയെ സംബന്ധിച്ച് അന്യ സംസ്ഥാനത്തേക്ക് നിരവധി ലോട്ടറികൾ ഒഴുകുന്നു, അതായത് അന്യ സംസ്ഥാന മാഫിയ ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. അതേസമയം ഈ സമ്മാനങ്ങളെല്ലാം തന്നെ എവിടെ അടിക്കുന്നു, എങ്ങനെ അടിക്കുന്നു, ഏത് നമ്പറിന് അടിക്കുന്നു, ആർക്കാണ് ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള പല ടിക്കറ്റുകളുടെയും 1ാം സമ്മാനം ഉൾപ്പെടെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളുടെ ആശങ്ക ഈ ഒരു സർക്കാർ, പുതിയ സർക്കാർ നിലവിൽ വന്ന സാഹചര്യത്തിൽ അതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. സമ്മാനഘടനയിൽ പരിഷ്കരണം ഉണ്ടാകും. ആ സമ്മാനഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോട്ടറിക്കാരുടെ ഏറ്റവും സുവർണ്ണ കാലമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ടായിരുന്നു. അന്ന് കേരള സർക്കാരിൻ്റെ നികുതി ഇതര വരുമാനത്തിൻ്റെ 75% കിട്ടിയിരുന്നത് ലോട്ടറിയിൽ നിന്നായിരുന്നു. പിന്നീട് GST വന്നതോടുകൂടി തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യമന്ത്രി വളരെ തന്ത്രപൂർവ്വം കളിച്ചിട്ട് 2 തരം GST ഒരു വസ്തുവിൽ നിലനിൽക്കില്ല എന്ന് അദ്ദേഹം നിയമസഭയിൽ പറയുകയും ചെയ്തു. അതേസമയം തന്നെ അദ്ദേഹം GST കൗൺസിൽ 2 തരം നികുതിക്ക് വേണ്ടി, ലോട്ടറിക്ക് വേണ്ടി വാദിക്കുകയും ആ 2 തരം നികുതി നടപ്പാക്കുകയും അങ്ങനെ GST നികുതി ഏകീകരിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ ലോട്ടറിയുടെ നികുതി 28ലേക്ക് ഉയരുകയും 18 എന്നുള്ള 28ലേക്ക് ഉയരുകയും അത് പിന്നീട് ഇപ്പം 40-ലെത്തി നിൽക്കുന്നു. അപ്പോൾ നികുതിയിതര വരുമാനത്തിൽ ഗണ്യമായ ചോർച്ച വന്നു. അപ്പോൾ ലോട്ടറിയുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വരുമാനം ഇവിടെ നിലനിന്നാലേ പറ്റുള്ളൂ. സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കാൻ ചെറിയൊരു മാർജിൻ മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ആ മാർജിനിൽ വെച്ച് സമ്മാനം വർദ്ധിപ്പിക്കാനുള്ള സമ്മാനഘടന പരിഷ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ആ കാര്യങ്ങളിലൊക്കെ സർക്കാർ ചർച്ച നടത്തുമെന്നാണ് കാര്യം. ഇന്നത്തെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന് ലോട്ടറിയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മാനങ്ങളിൽ വളരെ വ്യക്തമായ ഒരു മാറ്റം വരും. അത് ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായതല്ല സമ്മാനക്കുറവ്. ഇപ്പോൾ വലിയ വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ടെങ്കിൽ ഈ സർക്കാരല്ല സമ്മാനഘടന നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലോട്ടറിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ സമ്മാനങ്ങളിൽ വ്യക്തമായ മാറ്റം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഉള്ളൊരു അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി വിതരണത്തിലുണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ. അത് ശരിക്കും ഒരു അട്ടിമറിയാണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം UDF സർക്കാർ അധികാരത്തിലെത്തുമെന്ന് വന്ന കാലഘട്ടം മുതൽ ഏകദേശം 10 ലക്ഷം ടിക്കറ്റുകളുടെ വിൽപ്പന കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഏതാണ്ട് 6 ലക്ഷത്തോളം ടിക്കറ്റുകളുടെ വിൽപ്പന കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ പൊതുവെ പറയുന്നത് അന്യ സംസ്ഥാനക്കാരെ ലോട്ടറി എടുക്കാനില്ല, അവർ ഇലക്ഷന് പോയിട്ട് വന്നിട്ടില്ല, പിന്നെ മഴക്കാലമായി എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഇതിലൊക്കെ വളരെ വലിയൊരു യാഥാർത്ഥ്യം ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്ക് ലോട്ടറി കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാണ്?
ലോട്ടിസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ആപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. ലോട്ടറി വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് ഇത് കാലഹരണപ്പെട്ടതാണ്. ഇത് മാറ്റേണ്ട കാലഘട്ടവും കഴിഞ്ഞു. ഈ ലോട്ടിസ് ആപ്പ് എന്ന് പറയുന്ന NICയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NICയുടെ കീഴിൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. 2016-18 വരെയൊക്കെ ഈ ലോട്ടറിയുടെ സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കെൽട്രോൺ ആയിരുന്നു. ഈ കെൽട്രോണിനെ വിട്ടിട്ട് ഇത് NICയിലേക്ക് പോയത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നോഡൽ ഓഫീസറുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, റിട്ടയർ ചെയ്തതിന് ശേഷം നിയമിക്കപ്പെട്ട ആ നോഡൽ ഓഫീസർക്ക് ഈ NIC ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് NICയുടേതായിട്ട് മാറുന്ന ഈ സോഫ്റ്റ്വെയറിൽ സ്ഥിരമായി തകരാറുണ്ടാകുന്നു. പ്രവൃത്തി ദിനങ്ങളിൽ അതിൻ്റെ റിപ്പയർ നടക്കാത്തതാണ് സാധാരണ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവൃത്തി ദിനങ്ങളിൽ ഇതിൻ്റെ റിപ്പയറിങ്, അതുകൊണ്ട് പലർക്കും സമ്മാനം മാറിയെടുക്കാൻ സാധിക്കാതെ വന്നു. അപ്പോൾ ഈ ചെറുകിട കച്ചവടക്കാർക്ക് സമ്മാനം മാറിയെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ടിക്കറ്റ് എടുക്കാതെ പോകുന്നു. അവർക്ക് ഇത്രയും ടിക്കറ്റുകൾ ഓഫീസുകൾ മിച്ചം വരുമ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടാതെ വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഇതിന് പിന്നിലൊരു സമ്മർദ്ദ ലോബിയും ഉണ്ട്. കാര്യം പുതിയ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരുടെ കൈപ്പിടിയിൽ തന്നെ ഈ ലോട്ടറി നിലനിർത്തുക എന്നുള്ള ചിന്തിക്കുന്നത് ഒരു വലിയ സമ്മർദ്ദ ലോബിയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവിടെ ലോട്ടറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോട്ടറി എന്ന് പറയുന്ന വകുപ്പ് തന്നെ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു രാക്ഷസൻ കോട്ടയാണ്. അതിലേക്ക് കടന്നു കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായൊരു അന്വേഷണം വേണം. ഈ കുറ്റക്കാർക്കെതിരെ നടപടി വേണം. സർക്കാർ UDF സർക്കാർ എന്നും ജനങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ലോട്ടറി വിൽപ്പനക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളെ ഉണ്ടായിട്ടുള്ളൂ. കാരണം അന്ന് ഉമ്മൻചാണ്ടി സാർ 29% കമ്മീഷൻ കൊടുത്തുകൊണ്ടിരുന്നത് 2 പ്രാവശ്യമായിട്ട് കുറച്ചത് LDF സർക്കാരായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ തൊഴിലാളി വിരുദ്ധത കാണിക്കുമ്പോൾ ഇതിൽ ഒരു ലോബി അവർക്ക് ശക്തമായി ഒരു രാഷ്ട്രീയ പിന്തുണയോടുകൂടി ഉദ്യോഗസ്ഥ ലോബി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ആ ലോബി തന്നെ ഇപ്പോഴും പല മേഖലകളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഈ സർക്കാരിനെതിരെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ വിശ്വാസമുണ്ട്. ലോട്ടറിയെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ലോട്ടറിയുടെ കാര്യത്തിൽ കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് വരും. അതേപോലെ തന്നെ ഈ അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ടയെ അമർച്ച ചെയ്യാൻ തോക്കെടുക്കേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രി വളരെ മാന്യമായി അഭിനന്ദിച്ചു. അപ്പോൾ പോലീസുകാരെ കെട്ടിയിട്ട് അല്ലെങ്കിൽ അവരൊക്കെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ടുള്ള അന്വേഷണമല്ല നടക്കുന്നത്, സ്വതന്ത്രമായ അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അഴിമതികൾ തീർത്തും പുറത്തു വരുമെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് അച്ചടിക്കുന്ന ലോട്ടറി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ ഒഴുകുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. ചില ടിക്കറ്റുകളുടെ 1ാം സമ്മാനം ഉൾപ്പെടെ എവിടെയാണ് അടിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെയാണോ അടിക്കുന്നത്, ആർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഈയൊരു പുതിയ സർക്കാർ നിലവിൽ വന്ന സാഹചര്യത്തിൽ പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയാണ് ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.